പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നവംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണീശോയെ, പുതിയൊരു പ്രഭാതം നൽകിയതിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ കൃപ നൽകണമേ. പ്രത്യേകമായി ഈ ദിവസം തടവറകളിൽ കഴിയുന്നവരെ ഓർത്ത് ദിവ്യകാരുണ്യ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് ധ്യാനിക്കാം. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ഒരു പൊടിമീൻ പോലും കിട്ടാതെ ശൂന്യമായി കിടന്നിരുന്ന വള്ളം, അതിൽ യേശു കയറി ഇരുന്നു കഴിഞ്ഞപ്പോൾ അത് മുങ്ങാറാകുവോളം മീനുകളാൽ നിറയപ്പെട്ടു. ഓർക്കുക, യേശു കൂടെയുണ്ടെങ്കിൽ നമ്മളെല്ലാം ഹീറോകളാണ്. യേശു കൂടെയില്ലെങ്കിൽ നാം വെറും സീറോകളായി മാറും. കർത്താവേ, വെറും സീറോകൾ മാത്രമായ ഞങ്ങളിലേക്ക് അങ്ങ് കടന്നു വന്ന് ഞങ്ങളെ ഹീറോകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.